ഒരു കണ്ടന്റ് ക്രിയേറ്റിന് നിർബന്ധമായിട്ട് വേണ്ടതാണ് വീഡിയോ ക്ലാരിറ്റി, ഓഡിയോ ക്ലാരിറ്റി. അപ്പോൾ ഓഡിയോ ക്ലാരിറ്റിക്ക് നിർബന്ധമായിട്ട് ഒരു മൈക്ക് വേണം. ഞാനും അതുപോലെ തുടക്കക്കാരനായതുകൊണ്ട് ഒരു മൈക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഡിജിടെക്കിന്റെ DWM-001 എന്ന മോഡലാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു വർഷത്തിൽ കൂടുതലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിന്റെ ഒരു ശോക അവസ്ഥ എനിക്ക് തോന്നിയിട്ടുള്ളൂ, ഒന്ന് ചാർജിങ് സ്ലോട്ടാണ്. ചാർജിങ് സ്ലോട്ടിൽ കുത്തി ജസ്റ്റ് ഒന്ന് ഈ സാധനം നമ്മൾ ചാർജ് ചെയ്ത ശേഷം എന്തെങ്കിലും ചെയ്ത് ഇത് വീണുപോയി. ചാർജ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് തീരെ ക്വാളിറ്റി ഇല്ല എന്നാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത്. രണ്ടാമത്, കമ്പനി അവകാശപ്പെടുന്നത് 4 hours നമുക്ക് തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുമെന്നാണ്. പക്ഷെ ശോകമാണ്, 1 മണിക്കൂർ പോലും തികച്ചും കിട്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്കൊരു അരമണിക്കൂർ, മാക്സിമം 3/4 മണിക്കൂറൊക്കെയാണ് ഇതിൽ ലഭിക്കുന്നുള്ളൂ. അത് നമ്മൾ റൂമിനകത്ത് ചെയ്യുന്ന കണ്ടന്റ് ആണെങ്കിൽ നമുക്ക് ഓക്കെ, നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാം. പക്ഷെ നമ്മളൊരു പുറത്ത് പോയിട്ട് ഒരു വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ തന്നെ ഒരു പവർ ബാങ്ക് കൂടി നമുക്ക് കരുതേണ്ടി വരും. കാരണം ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി. അതേ സ്ഥാനത്ത് നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്റർ റൂമിനകത്തുള്ള വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു മൈക്ക് പറയുന്നത് ബോയയുടെ BY-M1 പറഞ്ഞ മോഡലാണ്. അത് വയർ ഉള്ള മൈക്കാണ്. അതുകൊണ്ട് നമുക്ക് തുടർച്ചയായിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയും. നല്ല ഓഡിയോ ക്ലാരിറ്റി കൂടിയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായത്തിൽ നിങ്ങൾക്ക് പുറത്തുപോയി വീഡിയോ ചെയ്യുന്നവരാണ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വയർലെസ് മൈക്ക് തന്നെ വേണം, നിങ്ങൾ തുടക്കക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിജിടെക്കിന്റെ DWM-001 മോഡൽ മേടിക്കാം. അല്ല, നിങ്ങളൊരു റൂമിലിരുന്ന് കണ്ടന്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വയർഡ് മൈക്കാണ് നല്ലത്. അപ്പൊ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏത് തിരഞ്ഞെടുക്കണമെന്ന്.